ഒമാനിൽ നടന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ച സമാപിച്ചു. ആണവ നിരോധന കരാർ ഇസ്രയേലിന് കൂടി ബാധകമാക്കിയാൽ ഇക്കാര്യം തങ്ങളും പരിഗണിക്കാം എന്നാണ് മധ്യസ്ഥ ചർച്ചയിൽ ഇറാൻ മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശം. രണ്ടാം ഘട്ട ചർച്ചകൾ അടുത്തയാഴ്ച നടക്കും. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലാണ് ഇന്നലെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയാണ് മധ്യസ്ഥത വഹിച്ചത്. ആദ്യഘട്ടത്തിൽ ഇരുവിഭാഗവും തമ്മിൽ മധ്യസ്ഥൻ മുഖേന നൽകുന്ന കുറിപ്പുകൾ വഴിയാണ് ആശയവിനിമയം നടത്തിയത്. ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിശദമായ വാദങ്ങളും ആശങ്കകളും കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ. പ്രശ്നപരിഹാരത്തിനായി ഇറാൻ 4 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ആണവ നിരോധന കരാർ ഇസ്രയേലിന് കൂടി ബാധകമാക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ വിഷയത്തിൽ തങ്ങളും അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചാൽ ആണവ നിരോധന കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ചർച്ചയിൽ ഇറാൻ സമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാനിലെ വൈദ്യുതി, സമുദ്രജല ശുദ്ധീകരണം മുതലായ പുതിയ പദ്ധതികളിൽ അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തം നൽകുവാനും ഇറാൻ സന്നദ്ധത അറിയിച്ചു. എന്നാൽ ലിബിയൻ മാതൃക അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണ്ണ ആണവ നിർമ്മാർജ്ജനം എന്ന നിർദ്ദേശം ഇറാൻ നിരാകരിച്ചു. ഇസ്രയേലിന്റെ നിലപാടിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലും തങ്ങളുടെ തീരുമാനമുണ്ടാകുക എന്ന് ഇറാൻ വ്യക്തമാക്കി. ഇരുഭാഗവും തമ്മിലുള്ള ചർച്ചകൾ ആശാവഹമാണെന്നായിരുന്നു മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. രണ്ടാം ഘട്ട ചർച്ചകൾ അടുത്ത ആഴ്ച വീണ്ടും ആരംഭിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24.